തോന്നായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്താണെന്ന് വെച്ചാൽ അഗാധമായ മടിയാണ് ഇതിന് കാരണം. ഇത് കുറേ നാളെ മുന്നേ ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഈ ഭക്ഷണമൊക്കെ കഴിക്കാണ്. രാവിലെ ഞാൻ പുട്ടും എന്തോ കടലക്കറിയാണെന്ന് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ വണ്ടി. റേ ആയിരുന്നു. സെക്കൻഡ് ഹാൻഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രം എടുത്തിട്ടുണ്ടായിരുന്ന വണ്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാനൊരു കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ നമുക്ക് പരിമിതികളുണ്ടല്ലോ, അതിന് ആദ്യം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും നിഖിലും കൂടിയുള്ള ലഞ്ച് ഡേറ്റ് എന്നൊക്കെ പറയാം. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറത്ത് പോയി ഭക്ഷണമൊന്നും കഴിക്കാറില്ല കേട്ടോ അധികം. പക്ഷെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം കഴിക്കാറുണ്ട്. പൈസ ഉണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹാപ്പി കപ്പിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി വൈബാണ്, നല്ലൊരു കോസി വൈബായിട്ടുള്ളൊരു കഫേ ആയിരുന്നു അത്. ഫസ്റ്റ് ഞങ്ങളൊരു ക്രീമി സൂപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. മഷ്റൂം സൂപ്പായിരുന്നു എന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല, കുറച്ചായില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബിബിക്കും പിന്നെ ഒരു ചിക്കൻ ചീസി അങ്ങനെ എന്തോ ഒരു പിസ്സയായിരുന്നു. പിന്നെ ഒരു പ്ലേറ്ററും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചല്ല കേട്ടോ എല്ലാം കഴിച്ച്. ഞാനും നിഖിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതിയെ ഞങ്ങൾ പാഴ്സലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്കും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൗണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു കോൾഡ് കോഫി പോലത്തെ ഒരു സാധനവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിഖിൽ എൻ്റെ വണ്ടിയും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് എന്നെ സ്റ്റേബിയായിട്ട് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും സ്റ്റേബിയും കൂടി എൻ്റെ വീട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടിനും കൂടി എൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. സ്റ്റേബി എന്ന് പറയുന്നത് എൻ്റെ നിഖിലിൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോനാണ്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ എനിക്കിങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ നിജുവും ഇതുപോലെ സ്റ്റേബി ആരെങ്കിലും നിജുവിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ. മുളവാടാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നത്. അമ്മമാരായിരിക്കും എപ്പോൾ വിളിച്ചാലും എൻ്റെ കൂടെ എല്ലാവരും ഒരു മടിയും കൂടാണ്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ചായക്കടയിൽ നിന്ന് ഞങ്ങൾ പഴംപൊരി സ്റ്റെവി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല കേട്ടോ, എല്ലാം കഴിച്ചിട്ട് വയറു നിറഞ്ഞിരിക്കണായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മുളവാടേക്ക് പോകാം കേട്ടോ. അവിടെ ചെന്നപ്പോൾ മറിയാമ്മ അമ്മാമ്മയിട്ട് അമ്മാമ്മനെ ആവശ്യത്തേക്ക് വെച്ചേക്കനായിരുന്നു. മറിയാമ്മ ഇപ്പോൾ കുറുമ്പത്തിയാണ് അവളിപ്പോൾ, ഭയങ്കര കുറുമ്പാണ്. ഇതേ ചിരിക്കുന്നത് കണ്ടില്ലേ? ഇടയ്ക്ക് ഒരു കള്ളത്തരമൊക്കെ കാണിച്ച് ഇങ്ങനെ കാണിക്കും. ഒരു മോടത്തെ കുഞ്ഞ. അവക്കാണെങ്കിൽ മാമന്മാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിജു മാമ, സ്റ്റെബി മാമ, എല്ലാ മാമന്മാരെയും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഇതുപോലെ കുറേ മാമന്മാരും ഉണ്ട്. അത് തന്നെ അപ്പേനെ കണ്ടപ്പോഴുള്ള റിയാക്ഷനാണ് ഈ കാണുന്നത്. അപ്പയെന്ന് പറഞ്ഞാൽ ജീവനാണ്. അമ്മനേക്കാളും ഇഷ്ടം അബ്ബ എന്നാണ്. അപ്പടെ എന്ത് കണ്ടാലും കൊച്ചു പറയും അബ്ബ അബ്ബാന്ന്. ഷർട്ട് കണ്ടാലും ഇന്നേഴ്സ് കണ്ടാലും പറയും അബ്ബ അബ്ബാന്ന്. അപ്പോൾ ഇതേ ഇപ്പോഴും പറഞ്ഞത് അബ്ബ അബ്ബാന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വന്നപ്പോഴേക്കും കുറച്ചധികം വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതായത് വീടല്ല, റൂം ഒതുക്കി പറക്കാൻ എനിക്ക് ഇഷ്ടമാനേ ഉണ്ടായിരുന്നു. മറിയാമുള്ളതുകൊണ്ട് എത്ര ഒതുക്കിയാലും റൂം ഒതുങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കട്ടിലൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മറിയാമ്മ സ്വിച്ച് ബോർഡിൽ കിടന്ന് നല്ല കളിയായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്ന് ഇട്ട് നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് തുണി അധികം മടക്കാണ്ട് ഈ കൊച്ചു വന്നിട്ട് തുണിയെല്ലാം വലിച്ച് വരിയൊക്കെ ഇടാറുണ്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ഞാൻ മറിയാമ്മനെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. മറിയാമ്മയുടെ സാധനങ്ങളൊക്കെ പെറുക്കി കട്ടിലടിയിൽ നിന്നും സൈഡിൽ നിന്നും അലമാരുടെ സൈഡിൽ നിന്നൊക്കെ പെറുക്കിയാണ് ഈ എടുത്തിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അവൾ എത്രമാത്രം റൂമിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.